പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയച്ചത് മലക്കിന്റെ രൂപത്തിലല്ല, മറിച്ച് മനുഷ്യന്റെ രൂപത്തിലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ അടുക്കൽ മലക്ക് വരണമെന്നില്ല, മനുഷ്യർ വരാറുണ്ട്. ഇതുപോലെ പ്രയാസങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ആളുകൾ വരും. ആ സമയത്തൊക്കെ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുപോകും. എന്നിട്ട് തൻ്റെ കയ്യിൽ കഴിവുണ്ടായിട്ടും സഹായിക്കാനുള്ള വഴികളുണ്ടായിട്ടും സഹായിക്കാതെ മടക്കി പറഞ്ഞയക്കും. അവനവൻ്റെ പ്രാരാബ്ധങ്ങളുടെ കെട്ട് ഈ വരുന്ന പാവം ഫക്കീറിനോട് പറഞ്ഞ് അയാളെ കൂടുതൽ മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയണം, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തൊരു നിഅമത്ത് ലഭിക്കുന്നുണ്ടോ അതൊക്കെ റഹ്മാനായ റബ്ബിൽ നിന്ന് ലഭിക്കുന്നതാണ്, സ്വന്തം കഴിവ് കൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ മിൻ ബഅദി ളറാഅ മസ്സതുഹു ലയഖൂലന്ന ഹാദാ ലീ വമാ അദുന്നു സ്സാഅത ഖായിമ വലഇൻ റുജിഅതു ഇലാ റബ്ബി ഇന്ന ലീ ഇൻദഹു ലൽ ഹുസ്നാ ഫലനുനബ്ബിഅന്ന അല്ലദീന കഫറു ബിമാ അമിലു വലനുദീഖന്നഹും മിൻ അദാബിൻ ഗലീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായതിനു ശേഷം അത് മാറ്റിയിട്ട് ഞാൻ അവർക്കൊരു റഹ്മത്ത് കൊടുത്താൽ, നേരത്തെ പറഞ്ഞത് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമ്മളിൽ പലർക്കും ജോലിയില്ലായിരുന്നു, നമ്മിൽ പലർക്കും പല നിലക്കുമുള്ള പ്രയാസങ്ങളുള്ള ജോലിയായിരുന്നു, പലർക്കും വേണ്ടത്ര വരുമാനം ഉണ്ടായിരുന്നില്ല, കുടുംബത്തെ നോക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഓരോരുത്തരും അവരവരുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ തങ്ങൾ എന്തൊരു നിഅമത്തിലാണുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇങ്ങനെയെല്ലാം നൽകിയ റഹ്മാനായ റബ്ബിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടോ, തോറ്റുപോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രയാസം വന്നു, അവർ പ്രാർത്ഥിച്ചു, ഞാൻ അവർക്കൊരു റഹ്മത്ത് നൽകിയപ്പോൾ അവർ പറയാണെന്ത്, ഫയഖൂലന്ന ഹാദാ ലീ, ഇതൊക്കെ എനിക്കുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മനുഷ്യൻ അപ്പോൾ പറയും, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്, ഞാൻ എൻ്റെ ബുദ്ധി അങ്ങോട്ട് ഉപയോഗിച്ചു, ഞാൻ എൻ്റെ സാമർത്ഥ്യം അങ്ങോട്ട് ഉപയോഗിച്ചു, ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി, ഞാൻ ഇന്ന കോഴ്സിന് പോയി, അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇങ്ങനെ അള്ളാഹുവിനെ മറക്കുകയും തൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയതെന്ന് മനുഷ്യൻ ധരിക്കുകയാണ്. സത്യത്തിൽ പരീക്ഷണമാണത്, സത്യത്തിൽ പരീക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ വലിയ ഡിഗ്രി എടുത്ത ആളുകളും ഒരു പണിയില്ലാതെ നടക്കുന്നത് കാണാം. ഒരു സ്കൂളും പോവാത്ത ആളുകൾ വലിയ വലിയ കാറിൽ മുതലാളിമാരായി ചുറ്റിലും പരിചാരകരുമായിട്ട് നടക്കുന്നതും കാണാം. അതുകൊണ്ട് മനുഷ്യന്റെ കാൽക്കുലേഷൻ അല്ല, അതിനപ്പുറത്താണ്. റബ്ബ് നൽകുകയാണത്, പരീക്ഷിക്കാനാണിതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത്തരം നന്ദി കെട്ട ആളുകളെ അവർക്ക് വേണ്ടി നാം ഗലീലായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്.